ഹായ്, ഇന്നൊരു എഗ്ഗ് സമൂസയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഒരു സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറേശ്ശെ മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാലയുടെ പൊടി ഒരു 3/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ചപ്പ് പുതിന ഇല കുറച്ച് ചേർത്ത് കൊടുക്കുക, കൂടുതലൊന്നും വേണ്ട, കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതും കൂടെ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയുടെ ഷീറ്റിലേക്ക് ഈ ഫില്ലിംഗ് നിറച്ച് കൊടുക്കണം. ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് മാറ്റി വെച്ച് ഷീറ്റ് ഇതുപോലെ മടക്കി, നിങ്ങളെല്ലാവരും എപ്പോഴും ചെയ്യുന്നത് പോലെ ആ ഷീറ്റൊന്ന് മടക്കി അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്ത് എടുക്കുക. ഞാൻ ഈ ഷീറ്റ് ഇങ്ങനെ മടക്കി ഇപ്പം വെക്കും. അവസാനം പൊരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഒട്ടിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനും കൈ ഇങ്ങനെ കഴുകേണ്ടി വരും. അപ്പം ലാസ്റ്റ് മാത്രമേ ഞാൻ ഇത് ഒട്ടിക്കാറുള്ളൂ, അതാ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ മടക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഓരോന്നായി നമ്മുടെ സമൂസയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് സമൂസയൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട. മുട്ട നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ മുട്ട വെച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുത്താലും വളരെയധികം ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.